കേറി കേറി കേറി. എടാ ഞാൻ ഈ വണ്ടില്ല വാസണ്ണ ഈ വണ്ടി മന്ദാരക്ക് അറിയാ എങ്ങനെയാ ബാക്ക് സ്റ്റാബ് നിങ്ങള് അവിടെ വണ്ടി നിർത്തി റിജിലാരോ നിർത്തിയില്ലായിരുന്നു നിങ്ങളല്ലേ അടിക്കാൻ വേണ്ടി അവന്മാര് കറങ്ങി ബാക്ക് സ്റ്റാബ് വെക്കും അവന്മാരെ റൊട്ടേറ്റ് ചെയ്തിട്ട് അവരെ വെക്കി വിട്ടു 4 പേരെ നമുക്ക് ഇവിടെ കിട്ടി പരുന്തിനെ വിൽക്കാനുണ്ടോ ഇല്ല അവന്റെ അച്ഛനെ വെപ്പണ്ടി വിൽക്കാനുണ്ടെന്ന് പറ അത് അനോണിമസ് ഇട്ടാ മതി വേറെ കിണ്ടി മടി കിണ്ടി നമുക്ക് ഇന്ന് തന്നെ മാറടിക്കാം കേട്ടാ നാടി ഒരു കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ചിന്തിച്ചത് ഇന്ന് അവന്മാരുടെ നല്ല ദിവസമല്ല ഇന്ന് അവന്മാരുടെ ബാഡ് ഡേ ഇന്ന് തന്നെ മാറടിക്കാം തീട്ടങ്ങളാണ് ഇവന്മാര് മനസ്സിലായി ഇവന്മാര് പട്ടിത്തീട്ടങ്ങളാണ് ഇവന്മാര് വഴിയൊന്ന് മാർക്ക് ചെയ്യാമോ എനിക്ക് ആ സ്ഥലം മറന്നു ഞാൻ നല്ല വാസവനെ ഫ്രീ വാർ നമ്മുടെ പിള്ളേർ നല്ല കിടിലായിട്ട് കളിച്ചില്ലേ നമ്മളെ അനോണിമസ് ആണ് അത് അങ്ങനെ ഇട്ട് കഴിഞ്ഞാ എന്തായാലും കിക്കും മാനും വരുവേ കിട്ടുമ്പോ അവിടെ കാണിക്കും ബേബി കോഡാണ് അനോണിമസിൽ ഇട്ടത് അതാണ് ഈ ബേബി കോഡ് അവന്റെ അടുത്ത് അവന്റെ അത്ര സ്നേഹോ എടാ അത് മാർക്ക് ചെയ്താ മീറ്റിംഗ് ഏരിയ ഈ കുണ്ണയില്ലേ ഈ പൊലയാടി മോൻ ഇവനെ പോലത്തെമാരാണ് ഈ തമ്മി തെളിക്കണോടെ ഇനി ഈ മാസം കുണ്ണൊക്കെ എന്തിന്റെ അണ്ടിയാണ് ഇതിനിടയ്ക്ക് പന്ന പൊലയാടികള് എടാ മാർക്കട മീറ്റിംഗ് ഏരിയ മാസത്തിന്റെ കുണ്ണ പോണ മുറി മോനെ എന്താ എന്തിന്റെ ആവശ്യമാണ് നമ്മളൊന്നും ചെയ്യണല്ലോ ഇവനൊക്കെ വേറെ സിറ്റുവേഷനിലല്ലേ ഇരിക്കണേ ഇവനൊക്കെ എന്തിന്റെ എല്ലാവർക്കും മനസ്സിലായില്ലേ ആരാന്നുള്ളത് അണ്ണാന്ന് മനസ്സിലായില്ല എല്ലാവർക്കും ഇടില്ല അഭിനയായിരുന്നു നമ്മള് നോക്കി അപ്പൊ അതിന്റെ പേര് അവൻ തീട്ടൊന്നും ഇട്ടിട്ടുണ്ട് അതിനാണ് പാവം അപ്പൊ മറ്റേ അച്ഛന്റെ പേര് പറഞ്ഞിട്ട് ആരാണ് വാസനുണ്ടോ വണ്ടിയില് എനിക്കെല്ലാം കൂടെ പീറ്റർ മാക്സിന്റെ പേരാ ബേബി കോഡ് അവൻ മേലെ വാർത്തയായിട്ട് തീട്ടൊന്നും ഇട്ടിട്ടുണ്ടോ നിനക്കൊക്കെ ഒന്ന് കൺഫേം ചെയ്തിട്ട് പറഞ്ഞില്ലല്ലോ വാസവത്തിന്റെ ഉപയോഗിച്ച് വാസവത്തിന്റെ ഞാൻ ഇനിയിപ്പോ സോറി പറയാണ്ട കുഴപ്പമില്ല അവനല്ലെങ്കിൽ സോറി അവനല്ലെങ്കിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് സോറി പറയണ എനിക്ക് ഞാൻ എക്സ്ട്രീം ട്രിഗറിൽ ഇരിക്കുകയാണ് അല്ലെ ഞാൻ ഇത് പ്രതീക്ഷിച്ചിരിക്കുകയാണ് കുറച്ച് ദിവസമായിട്ട് മനസ്സിലായ ഞാൻ വഴി കണ്ടുപിടിച്ച് പോവായിരുന്നു ഇവിടെ എങ്ങോട്ടാണല്ലേ മാസിലെ എല്ലാരോടും സോറി പറയണേ പബ്ലിക്കിലെ സോറി പറയണേ സോറി മീറ്റിംഗ് കിട്ടും സോറി ഞാൻ ഇച്ചിരി ഒറ്റ ബുദ്ധി ആവുന്നുണ്ട് കേട്ടോ ഈ ഇടയ്ക്ക് എനിക്ക് എന്റെ ആങ്കർ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അപ്പാപ്പ എനിക്ക് പറയാൻ പറ്റുമായിരുന്നു റിക്രൂട്ട് അമ്മ ശരിക്കും ട്രിഗർ വിളിച്ചാണ് ശരിക്കും ഫണ്ണായിട്ടാണ് ഫണ്ണായിട്ടല്ല ഞാൻ ട്രിഗറായി വിളിച്ചത് അതിന് ഏത് പാർട്ട് എന്തൊക്കെ ഫണ്ണായിട്ട് തോന്നി ഇടയ്ക്ക് ഇപ്പൊ ഇങ്ങനെ തമാശ കളിക്കാറുണ്ട് ഇങ്ങനെ ഒരുമാതിരി ഇങ്ങനെ ഇത് പറച്ച് അല്ല ഞാൻ പറയട്ടെ മാസിനകത്തുള്ള കുറച്ച് ആൾക്കാര് സിറ്റുവേഷൻ ട്രിഗർ ആവും എന്ന് എനിക്ക് കുറച്ച് ദിവസമായിട്ട് ഞാൻ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുക ഞാൻ ഓർത്ത് അങ്ങനെ എന്തെങ്കിലും ഇതിന്റെ ഇടയ്ക്കൂടെ വന്നതായിരിക്കും എന്ന് മനസ്സിലായ
ചന്ദ്ര ഇതുവരെ പിങ് ഓണാക്കി. എടാ ബാക്കിയുള്ളവരെല്ലാം റെഡി ആയിട്ടിരുന്നത് അവിടെ നിന്ന് മീറ്റിംഗ് കഴിഞ്ഞ വാസം ലൈനപ്പെടുവേ. ഗണ്ണ് സാമഗ്രികളെല്ലാം എടുത്ത് റെഡിയാക്കി സെറ്റാക്കി ഇരുന്നു. ഒരു 6 വണ്ടി എടുത്ത് വെളിയിലോട്ട് സെറ്റ് ആയിട്ടിരുന്നു കേട്ടാ. അല്ല ഞാൻ എല്ലാം ചെയ്തേക്കണേ, റിപ്പയർ ചെയ്തേക്കണേ. ഇവന്മാരുമായിട്ടുള്ള ആ ഒരു ഇതിലായി പോയടാ, ഞാൻ ആ ഒരു ട്രിഗറിലായി പോയി. എന്റെ ബാഡാണ്, സോറി. ഒരു കുഴപ്പമില്ല, എന്ത് കുഴപ്പം? ഒരു കാര്യം നമുക്ക് മാസ് കോണ്ടാക്ട് നമ്മളെ സേതുവിനെ വിളിച്ചാണ് സേതു അല്ലേ, നമുക്ക് സേതുവിനെ പോയി കണ്ടു പറയാൻ കാര്യം. അവൻ പൊക്കി കാണിക്കും. ആ ലുങ്കി അങ്ങോട്ട് പൊക്കും വിളിച്ച് കുറച്ച് അധികം തെറി പറഞ്ഞല്ലേ. എന്നാ എമാരൊന്നും പറയണ്ട കേട്ടാ. എമാർ എക്സ്പെക്ടഡ് ആണ്, നമ്മളെന്തായാലും പറയാന്ന് പറഞ്ഞു, മനസ്സിലായില്ലേ? ഇവിടുന്ന് വൾഗറായി കഴിഞ്ഞാൽ കിക്ക് ചെയ്യും. നമുക്ക് ഒരു ചായ പിടിച്ചിട്ട് വന്നാലോ പയ്യെ? നമുക്ക് ഇന്ന് വാറടിക്കാവാ. നമുക്ക് നീറ്റായിട്ട് സംസാരിക്കാം. ഞാൻ സംസാരിക്കൂല നീറ്റൊന്നായിട്ട്. എന്നാ ഇറങ്ങാം, സെറ്റ് ചെയ്ത് ഇപ്പൊ കിക്ക് സംസാരിക്കാം. ആരൊക്കെയാണ് എന്തായാലും ബ്രോ? പറഞ്ഞോ. ഹലോ ബ്രോ, നമ്മള് തമ്മിൽ ഒരു അടി ഉണ്ടായിരുന്നു. 30 പേരെ അടിച്ച് തൂറ്റിച്ചു നമ്മൾ. നിങ്ങളൊരു 3000 പേര്, നമ്മളൊരു 200 പേരും. അതായിരുന്നു. ഓ സൂപ്പർ ബ്രോ, സൂപ്പർ ഫലിത ബ്രോ. ബാക്കി ഓ ഓക്കെ, ഇവിടെ പറ. ഓക്കെ ബ്രോ. സിവിൽ ഡെക്കോറം. അപ്പൊ ഇപ്പൊ എന്തായാലും നല്ല രീതിക്ക് ലേറ്റ് ആയി. ഇനിയിപ്പോ എന്തായാലും നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇവിടുത്തെ സേഫ് സോൺ എന്തായാലും പറയും. സേഫ് സോൺ 2 മണിക്ക് സേഫ് സോൺ ആണ്. ഇന്ന് കളിക്കാം. നേരെ ഒരു നീ എന്ത് പറഞ്ഞോണ്ട് അല്ല ബ്രോ, നമ്മള് സിമ്പിൾ ആയിട്ട് പറയാം ബ്രോ. അടിക്കണേ നിന്റെയൊക്കെ എന്നാ നമുക്ക് ഇപ്രാവശ്യം മാറ്റി. നമ്മൾ മാറ്റി അടിക്കാൻ പറ്റുമെങ്കിൽ അടിച്ചിട്ടോ. അയ്യോ നിന്നെ 30 പേരെ അടിച്ച് വായിൽ മൂത്രം നിന്റെയൊക്കെ പേടി. അല്ലടാ, ഞാൻ കാര്യം ചോദിക്കട്ടെ, നിനക്ക് ഇന്നടിക്കാൻ എന്താണ്? അല്ല, എന്താണ് പ്രശ്നം? എന്താണ് ഇന്ന് അടിക്കാമെന്ന് പറഞ്ഞ ജസ്റ്റ് ഒന്ന്. എന്താണ് പ്രശ്നം? കേക്കട്ടെ. കേക്കട്ടെ, പറ. നമുക്ക് മൊത്തത്തിൽ എല്ലാം സെറ്റ് ആയി വേണമെങ്കിൽ എന്ത് സെറ്റ് ആവാൻ? അത് വ്യക്തമായിട്ട് പറഞ്ഞു. അതാണ് വ്യക്തമായിട്ട് പറയാൻ പറഞ്ഞ. അതാണ് നമുക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവും നമുക്ക്. ബ്രോ ഇപ്പൊ ആൾക്കാർ ഇനിയിപ്പോ ഇറങ്ങിപ്പോയി. ഇനിയിപ്പോ എല്ലാവരും തിരിച്ചു വരണമെങ്കിൽ 30 പേരുണ്ടായിരുന്നു. 15 പേരില്ലേ? പകുതി പേര്. എന്താ ഇത്? അതല്ല, നിങ്ങളിപ്പോ കയ്യില് എല്ലാം സെറ്റ് ആക്കണം. അല്ല വാസുവിനെ ചോദിക്കാം, എന്ത് സെറ്റ് ആക്കാനാണെന്ന് വ്യക്തമായിട്ട് പറയണ്ടവര്. നീയൊക്കെ എന്തോ വിചാരിച്ച നിന്റെ ഒന്നുള്ള ഗണ്ണ് പോകത്തില്ല, പ്രീ വാറിൽ കളിച്ചാൽ നീയൊക്കെ ജയിക്കുമെന്നോ വിചാരിച്ച? കോൺഫിഡൻസ് ഉണ്ടായിരുന്നോ? എടാ, ഒരാളെ കളിക്കാൻ വരുമ്പോ തോറ്റാലും എടുത്തുള്ള ഗണ്ണ് വേണം, എന്നാലേ ഗ്യാങ് ആയിട്ട് ഇവിടെ നടക്കാവോ? മനസ്സിലായോ? ഞങ്ങളുടെ പോയാലും ഞങ്ങളുടെ കണ്ണുണ്ട് എടുക്കാൻ. പിന്നെ നീ റീസൺ പറയുന്നതിനാ കണ്ണില്ലെന്ന്. അല്ല ബ്രോ, നിങ്ങൾ കഴിഞ്ഞ എക്സെപ്ഷൻ പറഞ്ഞു, നമ്മളിപ്പോ ഒരു എക്സെപ്ഷൻ പറയുന്നു. ഇല്ല, ഞങ്ങൾക്ക് നിന്റെയൊക്കെ കേൾക്കാൻ താല്പര്യമില്ല. ഇപ്പൊ ഞങ്ങൾക്ക് ശരി, ഓക്കെ, കഴിഞ്ഞില്ലേ? അതാണ് ഞങ്ങൾ നാളെ ചെയ്യാൻ പറ്റില്ല. നിന്റെ തറവാട്ടിൽ നിൽക്കണം ഞാൻ. ആലോചിച്ചാണ് 10,000 അണ്ണാ 10,300 അടിച്ചിട്ടിരിക്കല്ലോ. അവർക്ക് വിഷം വരും. പോടാ മോനെ പോയി തരത്തിക്കളി. പറ, എന്താ പറഞ്ഞ? എന്തിയോടാ നീ പറഞ്ഞ? എന്തിയോടാ പറയാ? എന്തിയോടാ നീ? പോടാ, എന്താ അടിടാ? അയ്യേ, നീ ആരാ? നീ ആര്? നീ ഏതാ? പോടാ പൊണ്ണെ നീ ആരാ? നീ ഏതാ? പോടാ പൊണ്ണെ. പോടാ പൊണ്ണെ, പോയി തരത്തി പോയി കളി. പോയി പിടുക്ക വരക്കണേ, പോയി തരത്തി പോയി കളി. പോടാ ചൊട്ടെ.
തീട്ടങ്ങളെ ഡെക്കോറം കീപ്പർ അണ്ണാ കേൾക്കാം ഞാൻ പറഞ്ഞേ എന്നെ മ്യൂട്ട് ചെയ്താട്ടോ പോയി പോയി ഇല്ലടാ അതിനായിട്ട് പെട്രോളിൽ കാണാൻ സംഭവം ഇല്ല. ഞാൻ പറഞ്ഞു അവസാനം തപ്പണ് ഒരു വാണം വിട്ട സുഖം. സോറി എന്നെ എന്റെ ഹലോ ഈ അവസരത്തിൽ ചോദിക്കാൻ പാടുണ്ടോന്ന് എനിക്കറിയില്ല. ഞാൻ ഇവിടെ വരുന്നവർക്ക് എല്ലാവർക്കും ഓഫർ കൊടുക്കാറുണ്ടായിരുന്നു. അതെ അതല്ല അങ്ങനല്ല നമ്മൾ ബഹളം ഉണ്ടാക്കിയപ്പോ നിങ്ങൾ ശിക്ഷിക്കണം. ചന്ദ്രനെ കിക്ക് ചെയ്തോ പ്ലീസ്. ഞാൻ ഇവിടെ വരുന്നവർക്ക് എല്ലാവർക്കും ഒരു ഓഫർ കൊടുക്കണം. ഇത് ചോദിക്കാൻ പറ്റും. ഞാൻ വണ്ടിയും കൊണ്ടേ വാസനോട് വന്നിട്ട് മതിയോ? എന്റെ സൗണ്ട് വന്നോ? നീ ഇവിടെ കൊണ്ടുപോടാ. ഞാൻ കുത്തിയെടുത്ത് തന്നെ നിങ്ങൾ കുറെ എണ്ണം വന്ന് കുത്തി. അത് കാരണം നൈസായിട്ട് കിട്ടി. എല്ലാം പുറയുന്ന ഒരു അടി വിശ്വാസം പറയാം, പക്ഷേ വാസനോട് വന്നിട്ട് വരെ ട്രിഗറിങ് മീറ്റിംഗിലേക്ക് കിട്ടും. പോ തരത്തിപ്പോ കളി പോ 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 ചെല്ല്. ഞാൻ പോണ് എന്നെ കിക്ക് ചെയ്ത് ഞാൻ പോണ്. പോലെ പോലെ വാസോനെ വിളിക്കണ്ടോ? എത്ര 10 സെക്കൻഡ് ഒരു ചോദ്യം എന്തായിരുന്നു? ഹലോ കേക്കാവോ? എങ്ങേര് മ്യൂട്ട് അടുത്ത പ്രാവശ്യത്തേക്ക് നമുക്ക് സെറ്റാക്കാം. കുഴപ്പമില്ല, ഇത് മ്യൂട്ട് മാറിട്ട് വന്ന് ചോദിച്ചാൽ തരാം തരും അടിക്കും. നിന്നെ അടിക്കും, നിന്റെ തന്തേനെ അടിക്കും, തന്തേനെ അടിക്കും. ഹലോ ഞാൻ പറഞ്ഞേക്കാവോ? പിന്നെ അണ്ണ ഞാൻ അറിയാൻ പെട്ട ഒരു 4 പെറ്റ സുഖം. എനിക്കൊരു വാണം വിട്ട സുഖം. എത്ര കിട്ടി വന്നാലോ നിനക്ക്? എനിക്ക് ഒരുത്തനെ എന്തോ കിട്ടി. അപ്പത്തേക്ക് എന്നെ പണി. നമ്മളാണ് അമ്മാരുടെ റൈറ്റ് കട്ട് ഓഫ് ചെയ്ത ആൾക്കാർ. മനസ്സിലായോ? നമ്മളടിക്കാൻ വേണ്ടി അമ്മ മൊത്തം വന്നു. ഞാൻ കാരണം പേട്ടാ എനിക്ക് അറിഞ്ഞൂടാ സത്യം പറഞ്ഞ. ഞാൻ കണ്ടില്ല ആരൊക്കെ എന്താ. പക്ഷെ നമ്മളെ ടീം ഉണ്ടല്ലോ അപ്പൊ എല്ലാരും കിടിലോട്ട് കളിച്ച്. എനിക്ക് നിങ്ങളിപ്പോ ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്ന കറക്റ്റായിട്ട് കണ്ടില്ല. പക്ഷെ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ആ ഒരു പൊസിഷൻ നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടത്തില്ല, അത് ഉറപ്പാ. കാരണം നമ്മൾ അങ്ങനത്തെ ഒരു പൊസിഷൻ ആയിരുന്നു. നമ്മുടെ ആൾക്കാരെ എടുക്കാൻ വേണ്ടിട്ട് വന്നവന്മാര്